വെരി ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് ദ സ്കൂളാണ് ആഫ്റ്റർ എ ലോങ് വിൻ്റർ ബ്രേക്ക്. അപ്പം നമ്മളിവിടെ കുട്ടികളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാൻഡ്രമോളെയാണ് ഞങ്ങൾ ആദ്യം റെഡിയാക്കുന്നത്. അവൾക്കൊന്ന് മുടി കെട്ടി മാത്രം കൊടുത്താൽ മതി. ഹെയർ പിന്നിങ് ആണ് കുറച്ച് ഡിഫിക്കൽട്ട്. സോ ആസ് എ പാരൻസ് വി ആർ ഡൂയിങ് അവർ 100% ഫോർ അവർ കിഡ്സ്. ഇതൊരു കോമൺ സിറ്റുവേഷനാണ് ആക്ച്വലി. എല്ലാ മദേഴ്സും രാവിലെ ചെയ്യുന്നൊരു കാര്യമാണ്. ഭയങ്കര ഹറിബറിയിലായിരിക്കും എല്ലാം ചെയ്യുന്നത് അല്ലേ. പക്ഷേ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് എണീക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ അരമണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. നമ്മുടെ കുട്ടികളുടെ സമയം ഇങ്ങനെ പറക്കുവാണ് അല്ലേ. അവർ സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കോളേജസിലൊക്കെ പോകും, പിന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കി ജോബ്സിന് വേണ്ടി പോകും. ദെൻ വി ആർ ലെഫ്റ്റ് അലോൺ. അപ്പം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ഹെൽത്ത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് വി കനോട്ട് ഡിപ്പെൻഡ് ഓൺ അവർ കിഡ്സ്. അത് കോമൺ ആണ്. ഇന്ന് നമ്മളുടെ പാരൻസും നമ്മുടെ കൂടെ ഇല്ല അല്ലേ. അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കാണത്തില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ദേ ആർ നോട്ട് വില്ലിങ് ടു സ്റ്റേ വിത്ത് അസ്. അങ്ങനെ കുറേ പാരൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഹെൽത്ത് മാത്രമാണ് നമ്മുടെ ഒരു ആസറ്റ്. അതുകൊണ്ട് ഡെയിലി ഒരു 30 മിനിറ്റ്സ് ബിഫോറെങ്കിലും നിങ്ങൾ എണ്ണിച്ചിട്ട് എക്സസൈസ് ചെയ്യുക. സോ നമുക്ക് ഈ മെഡിസിൻ ബോക്സ് ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യേണ്ട. ആൻഡ് പ്ലീസ് ഡു നോട്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം അവർ കിഡ്സ്. നമ്മുടെ കുട്ടികളെ വളർത്തി പഠിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു, അവർ വർക്ക് ഈസ് ഓവർ. പക്ഷേ നമുക്ക് നമ്മുടേതായ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ മെൻറ്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു എവറി ഡേ റെഗുലർ എക്സസൈസ്. ഒരു 30 മിനിറ്റ്സ് ബിഫോർ നിങ്ങളൊന്ന് എണ്ണിച്ച് നിങ്ങൾക്ക് ഫുൾ ഡേ എനർജി ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും മക്കളെ സ്നേഹിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും നിങ്ങൾക്ക് എനർജി ഗെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീകൾ മെയിൻലി എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇനിയും 30 മിനിറ്റ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം, അറ്റ്ലീസ്റ്റ് ഡു 20 മിനിറ്റ്സ്. കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ്, ഓക്കെ, കുറച്ച് ജമ്പിങ് എക്സസൈസ്. എന്തെങ്കിലും സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക. യോഗ ഇഷ്ടമാണെങ്കിൽ യോഗ ചെയ്യുക. നിങ്ങൾ പ്ലാന്റിങ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലാന്റിങ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ പെറ്റ് ആനിമൽസ് വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് മെൻ്റലി ഒരുപാട് ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെൻറ്റ്സ്. അല്ലാതെ നമുക്ക് വി കനോട്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി, നോട്ട് ഈവൻ ഓൺ അവർ പാർട്ട്ണർ ഓൾസോ. സോ നമ്മൾ ആരുടെ മേലും ഡിപ്പെൻഡ് ആവാതെ നമ്മുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ തിരിച്ച് കിട്ടും. സോ ലവ് യുവർ ബോഡി, ലവ് യുവർ സെൽഫ്. ഓക്കെ, ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുകയും നല്ല നല്ല ഡ്രസ്സ് ഇടുന്നത് മാത്രമല്ല, വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്. കാരണം ഈ ഹെൽത്ത് തന്നെയാണ് നമ്മുടെ വെൽത്ത്. നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ എൻഡ് വരെ നമുക്ക് നല്ല റിട്ടേൺസ് തരുന്നതാണ് നമ്മുടെ ഹെൽത്ത്. സോ പ്ലീസ് ഡു ഡെയിലി റെഗുലർ എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും. ഏജ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ.